എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസൊക്കെ വരികയാണ്. ക്രിസ്മസിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് ഓർത്ത് ഞങ്ങൾ തൃശ്ശൂരുള്ള ഫെജി ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. അതുപോലെ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും വീടൊക്കെ മനോഹരമാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്താണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫെജിയിൽ കയറി കഴിയുമ്പോൾ തന്നെ ഒരു ക്രിസ്മസ് മയമാണ്. പിന്നെ അവരുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ക്രിസ്മസിൻ്റെ ആ ഒരു ഫുൾ സംഭവങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഒരു ആർച്ചും ലൈറ്റും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ സാന്റാക്ലോസും പല തരത്തിലുള്ള സ്റ്റാച്യൂസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും അതുപോലെ ലൈറ്റുകളാണെങ്കിലും ഇപ്പം നമ്മൾ പുറത്ത് കടയിലൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിരിക്കുമല്ലോ. റോഡൊക്കെ ആണെങ്കിൽ എറണാകുളത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കുറേ ഭാഗത്ത് ഫുൾ ലൈറ്റായിരിക്കും. അപ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് കുറച്ച് നേരത്തെ തന്നെ വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ പല തവണ ഞാനിങ്ങനെ ഇൻസ്റ്റയിലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഫെജിയിലെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ അതുപോലെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെയൊക്കെ വീഡിയോസ്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും പോകണമെന്ന്, പക്ഷേ ഇതുവരെ പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്തവണ ആദ്യം തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ ഡിസംബർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പോയി. അപ്പം ഞങ്ങൾ നവംബർ ലാസ്റ്റാണ് കേട്ടോ ഫെജിയിൽ പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നതെല്ലാം വാങ്ങാൻ തോന്നും. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം അത്ര ഭംഗിയായിട്ട് തോന്നി. എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ആ കാണുന്ന സാധനങ്ങളിലെ ഒരു വെറൈറ്റി ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിരുന്നു. റെയിൻഡിയറുകളിലെ പല കളക്ഷൻസ്, അതുപോലെ നമ്മൾ ഡോറിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ പലതരത്തിലുള്ള ഹാങ്ങിങ്സ്. അപ്പോൾ സാധാരണ നമ്മൾ ക്രിസ്മസ് റീത്തുകളൊക്കെ തൂക്കിയിടാറുണ്ട്. അതുകൂടാതെ തന്നെ റീത്തുകൾക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ബെഡ്റൂമുകളുടെ വാതിലിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ഐറ്റംസൊക്കെ, അതായത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബെൽ ഷേപ്പിലുള്ളത്, ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ളത്, അങ്ങനെ പല റേറ്റായിരുന്നു. പലതിനും പല തരത്തിലുള്ള വിലയാണ്. ചിലതിനൊക്കെ നല്ല വിലയുണ്ട്, ചിലതിനൊക്കെ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റും ഉണ്ട്. പിന്നെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലൊക്കെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും കണ്ണും ഒക്കെ നിറയ്ക്കും. ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. പിന്നെ ക്രിസ്മസ് ഹാറ്റുകളുടെ പല തരത്തിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വെച്ചുകൊണ്ട് പോകാനായിട്ട് ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ വെക്കാൻ പറ്റിയ കണ്ണടകൾ, അല്ലെങ്കിൽ ക്രിസ്മസ് കരോളിലൊക്കെ നമുക്കൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സെറാമിക്കിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സെറാമിക്കിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഐറ്റംസ് തുടങ്ങി വലിയ വലിയ ഐറ്റംസ് വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പുകൾ, അതുപോലെ ടിഷ്യൂ ഹോൾഡേഴ്സ്, അങ്ങനെ പലതരത്തിൽ നമുക്ക് വെറുതെ ഷോപ്പീസായിട്ട് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതുവരെ അധികം കാണാത്ത തരത്തിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യാൻഡിൽസ്, ക്രിസ്മസ് തീമിലുള്ള ക്യാൻഡിൽസ്, ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ സാന്റാക്ലോസിൻ്റെ ഷേപ്പിലുള്ള ക്യാൻഡിൽസ്, അത് പല കളറിലുള്ളതുണ്ടായിരുന്നു. മാലാഖയുടെ മോഡലിൽ, അങ്ങനെ പലതരത്തിലുള്ള ക്യാൻഡിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള സെറാമിക് വെയറുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലതൊക്കെ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഹോൾഡർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, ക്യാൻഡിൽ ഹോൾഡറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, പിന്നെ നമ്മുടെ ഡോറിൽ തൂക്കിയിടാൻ പറ്റുന്നത്, പിന്നെ മാലാഖമാരുടെ ഉണ്ണീഷോകളുടെയൊക്കെ പലതരത്തിലുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഉണ്ണീഷോൻ്റെ ചെറുത് തുടങ്ങി വലുത് വരെയുള്ള ഐറ്റംസ് ഉണ്ട്. അതുപോലെ മാലാഖമാരുടെ ഏഞ്ചൽസിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുഞ്ഞു ഏഞ്ചൽസ് തുടങ്ങി വലിയ ഏഞ്ചൽസ് വരെ, അതായത് സെറാമിക്കിൽ തുടങ്ങി അതുപോലെ മരത്തിലുണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ പറ്റുന്ന ക്രിസ്മസ് ഓർണമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് തീമിലുള്ള സെറാമിക് വെയറിനൊക്കെ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 250-300 മുതലൊക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ്. ചിലതൊക്കെ നല്ല ഭംഗിയുണ്ട്, ചിലതൊക്കെ നമുക്ക് കൊള്ളാമെന്ന് ആഗ്രഹം തോന്നും. പിന്നെ നമുക്കത് ഒട്ടും യൂസ് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ മടി പിടിച്ചിരിക്കുന്നത്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു.
അപ്പോൾ നിങ്ങൾ ക്രിസ്മസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസ് തീമിൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇത് ആ കടയുടെ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതനുസരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് ക്രിസ്മസ് തീമിലൊക്കെ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.